ഇടതുപക്ഷ മേധാവിത്വമുള്ള കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം ബി.ജെ.പിയുടെ വളർച്ചയിലൂടെയാണ് ശ്രദ്ധ കേന്ദ്രമാകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനവും ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന IT സമ്പദ്ഘടനയും രാഷ്ട്രീയ സാമുദായിക സംഘടനാ ശക്തിയുമാണ് മണ്ഡലത്തിൽ ജയപരാജയത്തെ നിർണ്ണയിക്കുന്നത്. തലസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള മറ്റൊരു പ്രധാന മണ്ഡലമാണ് കഴക്കൂട്ടം. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും നേർക്കുനേർ പോരാടുന്ന മണ്ഡലം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എങ്കിലും കരുത്തൻ തന്നെ കളത്തിലിറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഇക്കുറി കഴക്കൂട്ടത്ത് തീപാറുന്ന പോരാട്ടം തന്നെയാകും ഉണ്ടാകുക. അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കഴക്കൂട്ടം. അതുകൊണ്ട് തന്നെ തൊഴിലും ജീവിത സാഹചര്യങ്ങളും വോട്ടിന്റെ ഗതിയെ സ്വാധീനിക്കുന്നു. സാമൂഹികമായും സാമുദായികമായും ഇടകലർന്ന മണ്ഡലത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിർണായകമാണ്. ചരിത്രപരമായി ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയുള്ള മണ്ഡലത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു എതിരാളികൾ. പക്ഷേ പടിപടിയായി അടിസ്ഥാന വോട്ടുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ബി.ജെ.പിയാണ് പിന്നീട് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ 46% വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന ശോഭാ സുരേന്ദ്രൻ 29% വോട്ടുകൾ നേടി. മൂന്നാം സ്ഥാനത്ത് പോയ കോൺഗ്രസിന് 23% വോട്ടുകളാണ് നേടാനായത്. 2021 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ശബരിമല യുവതീ പ്രവേശനമായിരുന്നു നേരിടേണ്ടി വന്നതെങ്കിൽ 2026 നേരിടേണ്ടി വരുന്നതും ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഇത്തവണ കടകംപള്ളി സുരേന്ദ്രനും വി മുരളീധരനും തമ്മിലെ ശക്തമായ പോരാട്ടത്തിനിടെ UDF-ൽ ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. യൂത്ത് കോൺഗ്രസിൽ നിന്ന് JS അഖിലിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. ഈഴവ സമുദായത്തിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ SNDP-യുടെയും ശിവഗിരി മഠത്തിന്റെയും പിന്തുണ മൂന്ന് മുന്നണികളും ഉറപ്പിക്കുകയാണ്. എന്നാൽ ഇക്കുറി സിറ്റിംഗ് MLA ആയ കടകംപള്ളിക്കെതിരെ CPM പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധം ആശങ്കയോടെയാണ് പാർട്ടി കാണുന്നത്. വിയോജിപ്പുകൾ അതിജീവിക്കാൻ ജില്ലയിലെ കരുത്തനായ CPM നേതാവിന് കഴിയുമെന്ന് ഭൂരിഭാഗവും പ്രതീക്ഷിക്കുന്നു. എന്നാൽ UDF-ന് അനുകൂലമായ തരംഗമുണ്ടായാൽ ഏത് വൻമരവും വീഴുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം തങ്ങൾക്ക് കൃത്യമായി വേരോട്ടമുള്ള കഴക്കൂട്ടത്ത് വിശ്വാസ സംരക്ഷണം ഉയർത്തിയും വി മുരളീധരന്റെ മണ്ഡലത്തിലെ അടിയുറച്ചുള്ള പ്രവർത്തന മികവിലൂടെയും അട്ടിമറി വിജയമാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.